ബൈക്കിൽ ത്രിപിളാക്കുമ്പോൾ ഞാൻ അവനോട് പറയലുണ്ട്, നീ ചങ്ങായിമാർക്ക് ത്രിപിളാക്കണ്ടാന്ന്. ഇത് കാണിച്ചു തന്നിട്ട് അവൻ പറയുന്നതാണ് ഇച്ചല്ല പറഞ്ഞ് ത്രിപിളാക്കണ്ടാന്ന്. ഇത് കണ്ട 4 പുളി. ഞാൻ പറഞ്ഞു ഓരെങ്ങനും പോട്ട്, നീ പോണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സിറ്റി സെന്ററിലേക്ക്. അവൻ്റെ പ്രായം മറന്നിട്ട് അവനിടെല്ലാം പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നേരെ വിട്ടോ, നമുക്ക് താഴെല്ലാം കുറേ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് മാൾ വാങ്ങുന്ന ഗൗരവത്തിൽ നടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാകുമ്പോൾ ഇനി നോക്കി വെച്ചാൽ താഴെ ഒരു മരം ഉണ്ട്, അതിൽ ഫുള്ള് വെളി പിടിച്ചിന്. നീ എന്താ പറയുന്നേ, ഇത് ക്രിസ്മസ് ട്രീ ആണെന്ന് ഞാനും പറഞ്ഞു. ഓ അതാ ഓനെടുക്ക അങ്ങനെ തമാശ എല്ലാം പറയൂട്ടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സെൽഫിയെല്ലാം എടുക്കാൻ നോക്കി, എങ്ങനെ നിന്നാലും സെറ്റാകുന്നില്ല. നേരെ തായ്ക്ക് വിട്ട് എൻ്റെ മുമ്പിലുള്ള ഈ ചേച്ചി അല്ലെങ്കിൽ അനിയത്തി വീഴാൻ നോക്കി, പക്ഷേ എന്തോ ഭാഗ്യത്തിന് വീണില്ല. ഞായറാഴ്ച ഞമ്മക്ക് മാത്രമല്ല എല്ലാവർക്കും ഫ്രീ തന്നെ. അങ്ങനെ ഓനക്ക് എന്തെങ്കിലും മേണിക്കണമെന്നല്ല എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഓനോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും വേണമെന്ന്. ഓൻ ഉള്ളിൽ വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പുറത്ത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും വന്നതല്ലേ, കുറച്ച് വീഡിയോ സെൽഫിയെല്ലാം എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഓൻ ഇങ്ങോട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി ആ മരം ഒന്ന് അടുത്തുനിന്ന് കാണണമെന്ന് ഓനക്കൊരു പൂതി. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ആടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ഓനക്ക് അതിൻ്റെ പേരും കൂടി കാണണോ. അങ്ങനെ നമ്മൾ താഴെ പോയി അതിൻ്റെ പേരെല്ലാം കണ്ട്, ഇതാണ് ക്രിസ്മസ് ട്രീ. അപ്പോൾ ഓൻ ചോദിച്ചു അപ്പൂപ്പനേടെ. ഞാൻ പറഞ്ഞു ആയിട്ടില്ല, ക്രിസ്മസ് അപ്പൂപ്പൻ കുറച്ചും കൂടി കഴിയും. അങ്ങനെ എന്തായാലും സിറ്റി സെൻറ്റർ മാളിൽ ഇങ്ങനെ ക്രിസ്മസ് ട്രീയും അത് ഇതെല്ലാം ആയിട്ട് ചോറന്നെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും നല്ലൊരു പൊലി തന്നെ. ഈ കാഴ്ചയെല്ലാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ. നമ്മൾ പിന്നെ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ പിള്ളേരുണ്ടാവും, അവരെല്ലാം ഒന്ന് കണ്ടോട്ടെ. അങ്ങനെ നമ്മൾ ഫുള്ള് റൗണ്ട് വിട്ട് നല്ലൊരു കാഴ്ച തന്നെ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് ഒന്ന് മേടിച്ചു കൊടുത്തു. എനിക്ക് നല്ല സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് മാക്ബുക്ക് നോക്കിയാലോ. ഞാൻ ചോദിച്ചതിൻ്റെ വില നിനക്ക് എത്രയോ അറിയുമോ. അതത്ര ചെറുതല്ല സാധനം എന്ന് പറഞ്ഞു. വില ഞാൻ അവനക്ക് എഴുതി കാണിച്ചു കൊടുത്തു. ഇതാ മോനെ ഇതിൻ്റെ വിലയെന്ന്. ഓനത് കേട്ടിട്ടാകുമ്പോൾ ചോദിക്കുന്നത് ഇത്രയെല്ലാം ഉണ്ടാകും, ഇതാകെ ചെറുതല്ല സാധനം. വലിയ വലിയ കമ്പ്യൂട്ടറിനും ചെറിയ പൈസയിലും ഉള്ളു, ഇതിനെന്താ ഇത്ര വില? 1,00,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞപ്പോൾ ഓന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോയി ഇവിടെ ഒരു ബോൾ എറിയുന്ന കണ്ടപ്പോൾ ഒരു ഊതി. നമുക്കും അറിയാം. ഞാൻ പറഞ്ഞു നിനക്കത് അറിയാൻ കയ്യോ കറിഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു വേണ്ട.